അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. തബൂക്ക് യുദ്ധവേളയിലേക്കുള്ള യാത്രക്കിടയിലെ മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു ചേരാനുള്ളൊരു അവസരം കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം അടുത്ത് കിട്ടിയപ്പോൾ ഏറ്റവും വലിയൊരു ആഗ്രഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത് നമുക്ക് വിശാലമായ ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിലുനി അൽ ജന്നഹ വയുബാഇദുനി മിനന്നാർ. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കിട്ടിയപ്പോൾ ഏറ്റവും വലിയ ആഗ്രഹം ചോദിക്കുന്നത് ദുനിയാവിന്റെ വിഷയമൊന്നുമല്ല. ദുനിയാവിൽ ലഭിക്കേണ്ടുന്ന വലിയ വലിയ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകളുമല്ല. പ്രവാചകനോട് ചോദിക്കാനും, പ്രവാചകരെ, എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാനും എന്നെ നരകത്തിൽ നിന്ന് അകറ്റുന്നതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എനിക്ക് പറഞ്ഞു തരണം എന്നുള്ള. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹുവിനോട് പറയാണ്, ലഖദ് സഅൽതനി അൻ അദീമിൻ വ ഇന്നഹു ലയസീറുൻ അലാ മൻ യസ്സറഹുല്ലാഹു അലൈഹി. നീ ചോദിച്ചിട്ടുള്ള വലിയ കാര്യം വലിയൊരു കാര്യമാണ് ചോദിച്ചത്. ഒരു ചെറിയ ഒരു വിഷയമൊന്നും അല്ല, വലിയൊരു കാര്യം. എന്നാൽ ആ ഒരു വിഷയത്തിലെ പ്രധാനം എന്തെന്ന് വെച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആർക്കാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കുന്നത് അത് അവർക്ക് ഏറ്റവും എളുപ്പമായി തീരുന്ന. പ്രിയപ്പെട്ടവരെ, സ്വർഗം നേടിയെടുക്കുക, നരകത്തിൽ നിന്ന് രക്ഷ നേടി അതിൽ നിന്ന് അകറ്റപ്പെടുക എന്നുള്ളതാണ് എൻ്റെയും നിങ്ങളുടെയും നാം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്നുള്ളത്. അതിനെന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അതിന് എന്തൊക്കെ ചെയ്യണ്ടേ. ഒന്നാമതായിട്ട് പറയാണ്, തഅബുദുല്ലാഹ വലാ തുശ്രിക ബിഹി ശൈഅ. അള്ളാഹനെ മാത്രം ഇബാദത്തുകൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം കിട്ടുന്നതിന് വേണ്ടി മാത്രം അവനെ മാത്രം ആരാധിക്കുക, ഒരാളെയും പങ്കു ചേർക്കാതിരിക്കുക. ഒന്നാമതായിട്ട് തൗഹീദിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, ഒരു വിശ്വാസിയായ ഒരാളിൽ നിന്ന് മാത്രമാണ് ചെയ്യുന്ന അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തെ ഉറച്ചതാക്കി മാറ്റുക എന്നുള്ളതാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറയുന്നത്, വതുഖീമുസ്സലാ, നമസ്കാരം അത് മുറപ്രകാരം നിർവഹിക്കുക. നമസ്കാരം പഠിപ്പിക്കപ്പെട്ട സമയത്ത്, ഏത് സമയമാണോ ഓരോന്നിനും പഠിപ്പിക്കപ്പെട്ടത് ആ സമയത്ത് അത് കൃത്യമായ രൂപത്തിൽ. ഇഖാമത്തി സ്വലാ എന്ന് പറയുമ്പോൾ ശരിക്ക് അവിടെ ആ നമസ്കാരത്തിന് വേണ്ടുന്നതായിട്ടുള്ള അതിൻ്റെ അർക്കാനുകളും അതിൻ്റെ വാജിബാത്തുകളും അതിൻ്റെ സുന്നത്തുകളും ഒക്കെ എടുത്ത് അത് കൃത്യമായി പാലിച്ച് പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, അതുപോലെ നമസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാ. പ്രിയപ്പെട്ട, നമ്മുടെ ജീവിതത്തിൽ അത് ശ്രദ്ധ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. വതുഅ്തിയ സക്കാ, അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കുക. ഒരു വിശ്വാസിക്ക് അവന്റെ സമ്പത്തിന്റെ ഒരു നിശ്ചിത പരിധി എത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ഒരു വിഹിതം അവൻ്റെതല്ല, അതിന് അവകാശപ്പെട്ടവരായി പഠിപ്പിക്കപ്പെട്ട സൂറത്ത് തൗബയിലൂടെ എണ്ണിപ്പറഞ്ഞ 8 വിഭാഗക്കാരുടേതാ. ആ സ്വത്ത് അവന്റെ സ്വത്തിൽ നിന്ന് അത് മാറ്റുക എന്നുള്ളതാ, അവകാശികളിലേക്ക് എത്തിക്കുക എന്നുള്ള. സക്കാത്ത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ തുടർന്ന് പറയാണ്, വതസൂമ റമദാൻ, റമദാനിൽ നോമ്പനുഷ്ഠിക്കുക. അൽഹംദുലില്ലാ, ഒരു മാസക്കാലം റമദാനിൽ നോമ്പനുഷ്ഠിച്ചവരായിരിക്കും നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ റമദാനിലുള്ള നോമ്പ് കൃത്യമായിട്ട് നിർവഹിക്കുക. അതുപോലെ തന്നെ വതഹജ്ജുൽ ബൈത്ത്, അതുപോലെ തന്നെ ഹജ്ജ് ചെയ്യുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുക. അവസാനിക്കുന്നില്ല. തുമ്മ ഖാല, പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിക്കുകയാണ്, അലാ അദുല്ലുക അലാ അബ്വാബിൽ ഖൈർ, നിനക്ക് ഞാൻ നന്മയുടെ വാതിലുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു തന്നോട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, അസ്സൗമു ജുന്ന, ഒരാളുടെ നോമ്പ് എന്നുള്ളത് അത് പരിചയാണെന്ന്. നേരത്തെ നോമ്പ് പഠിപ്പിക്കപ്പെട്ടു, ഇവിടെ തുടർന്ന് വീണ്ടും പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് സുന്നത്തായിട്ടുള്ള നോമ്പുകളാണ്. ഒരു റമദാനിലെ മാസക്കാലം നോമ്പ് അനുഷ്ഠിച്ചിട്ട് നമ്മൾ അതിനുശേഷം സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഓരോന്നും ചെയ്യുന്നുണ്ട് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്. സുന്നത്തായ കർമ്മങ്ങളാണ് ഈ അബുവാബിൽ എണ്ണി പറയുന്നത്. തുടർന്ന് പറയാണ്, വസ്വദഖ, സ്വതക്കത്ത് നൽകുക, സ്വതക്ക നൽകുക. പാവപ്പെട്ടവർക്ക് അനിവാര്യമായ സമ്പത്ത് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ കൂടി
ഒരു നിശ്ചിത പരിധി സ്വത്ത് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ കൂടി ഉള്ളതിൽ നിന്ന് മറ്റുള്ളവർക്ക് കൂടി നൽകാൻ നമ്മൾ തയ്യാറാവുക. ഒരു വെള്ളം തീയെ എങ്ങനെയാണോ കെടുത്തുന്നത് അതുപോലെ പാപങ്ങള് പൊറുക്കാന് ഇല്ലാതാക്കാന് ദാനധർമ്മക്ക് കഴിയും എന്നുള്ളതാണ്. മാത്രല്ല രാത്രിയുടെ അന്ത്യാമങ്ങളില് ഉറക്കമുണർന്നുകൊണ്ട് രാത്രിയിലെ അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്നത് എന്നൊരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുക്കുന്നുണ്ട്. ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സജ്ദയിൽ പഠിപ്പിച്ചിട്ടുള്ള തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖ്നാഹും ആ ഒരു പഠിപ്പിക്കുന്ന ആ ഒരു ആയത്തിലൂടെ കൃത്യമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ അതും പറഞ്ഞു കൊടുക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. തുടർന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിക്കുന്നുണ്ട്, അലാ അഖ്ബിറുക ബിറഅസിൽ അംരി കുല്ലിഹി വഅമൂദിഹി വസിർവതി സനാമിഹി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് ഞാൻ അറിയിച്ചു തരട്ടെ. എന്താ അറിയിച്ചു തരുന്നത്? എല്ലാ കാര്യങ്ങളുടെയും തലപ്പം, അതിന്റെ റഅസ് എന്നുള്ളത്, അതിന്റെ സ്തംഭം, അതിന്റെ ഉയർന്ന കൊടുമുടി എന്താണെന്ന് നിനക്ക് അറിയിച്ചു തരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ തുറന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ബലാ യാ റസൂലല്ലാഹ് എന്ന് മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്, റഅസുൽ അംരി അൽ ഇസ്ലാം. എല്ലാത്തിൻ്റെയും തലപ്പ് എന്ന് പറയുന്നത്, റഅസ് എന്ന് പറയുന്നത് അത് അൽ ഇസ്ലാമാണ്. വഅമൂദുഹു അസ്സലാഹ്. അതിൻ്റെ അമൂദ് എന്ന് പറയുന്നത്, അതിൻ്റെ ആ തൂണ് എന്ന് പറയുന്നത് നമസ്കാരമാണ്. വദിർവത് സനാമിഹി അൽ ജിഹാദ്. അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും ഉയർന്ന കൊടുമുടി എന്നത് അത് ജിഹാദാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്നിട്ട് വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുപോവുക. അലാ അഖ്ബിറുക ബിമിലാകി ദാലിക കുല്ലി. എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നതായിട്ടുള്ള അടിസ്ഥാന കാര്യത്തെക്കുറിച്ച് ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെ എന്ന് ചോദിക്കുക. പ്രിയപ്പെട്ടവർ, നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പറഞ്ഞ ഇബാദത്തുകളൊക്കെ ഉണ്ട്, അമലുകളൊക്കെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇതിനൊക്കെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഒരു വിഷയത്തെ ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിക്കുമ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ബലാ യാ റസൂലല്ലാഹ്, റസൂലേ പറഞ്ഞു തരുന്നാലും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നാവ് പിടിക്കുകയാണ്. നാവ് പിടിച്ചുകൊണ്ട് പ്രവാചകൻ പറയാണ്, കുഫ അലൈക ഹാദാ. ഇതിനെ നീ നിയന്ത്രിക്കണം, ഈ നാവിനെ നീ നിയന്ത്രിക്കണം എന്ന് പ്രവാചകൻ പഠിപ്പിക്കുക. ആ സമയത്ത് മുആദ് ബിൻ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ വഇന്നാ ലമുആഖിദൂന ബിമാ നതകല്ലമു ബിഹി. നമ്മൾ സംസാരിക്കുന്ന കാര്യത്തിന് നമ്മൾ പിടിക്കപ്പെടും, ശിക്ഷിക്കപ്പെടും എന്നാണോ പ്രവാചകരെ അങ്ങ് പറയുന്നേ? അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ, മനസ്സിൽ ചേർത്ത് വെക്കേണ്ടതുണ്ട്. വഹൽ യകുബ്ബന്നാസ്. ആദ്യം പറയാണ് സകിലത്ക ഉമ്മുക യാ മുആദ്. അറബിയുള്ള ഒരു പ്രയോഗമാണ്. നാശം, നിനക്ക് നാശം മുആദ് എന്ന് പറയുന്നത് നശിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയോ ഒരു ഒന്നുമല്ല, ഒരു ഗൗരവമുള്ള ഒരു വിഷയത്തിന്റെ ഗൗരവം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എത്രയെത്ര ജനങ്ങളാണ്, മുആദ് റളിയല്ലാഹുവിനോട് പറയാ, നമ്മോടും കൂടി ഉള്ളതാണ് എന്ന് ഓർക്കണം. എത്രയെത്ര ജനങ്ങളാണ് അവരുടെ മുഖം കുത്തി നരകത്തിൽ വീഴ്ത്തുന്നത്, അവരുടെ നാവുകൾ കൊയ്തു കൂട്ടിയതല്ലാതെ മറ്റെന്തെങ്കിലുമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ അമലുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ സ്വർഗം നേടാനുള്ള അമലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ആ അമലുകളെല്ലാം നിഷ്ഫലമാക്കി കളയുന്ന നാവിൻ്റെ പ്രവർത്തനങ്ങൾ ഇല്ല എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നാവിനെ അത്രമേൽ നിയന്ത്രിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമായി പോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ച്, മുഫ്ലിസിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരുപാട് അമലുകളുമായിട്ട് കടന്നു വരും, പക്ഷെ എല്ലാം നശിച്ചു പോകുന്ന ഒരാള് അതാരാ? തൻ്റെ നാവുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രയാസം ചെയ്തിട്ടുള്ളത്, തൻ്റെ കൈകളെ കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയാസം ചെയ്തിട്ടുള്ളത്, അത്തരത്തിലുള്ള ആളുകൾക്ക് നാളെ പരലോകത്ത് വെച്ചിട്ട് അപവാദം പറഞ്ഞതിന് അവർക്കൊക്കെ നന്മകളുടെ ഓഹരി വെച്ച് കൊടുക്കുമ്പോൾ അവരിൽ നന്മകൾ ബാക്കിയില്ല എന്നുണ്ടെങ്കിൽ ആരിലെയാണോ അപവാദം നടത്തിയിട്ടുള്ളത് അവരിൽ നിന്നുള്ള തിന്മകൾ തിരിച്ചു വാങ്ങുന്ന ഒരു രംഗം പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കുക, നമ്മുടെ അമലുകൾ കൃത്യമായിട്ട് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെയും ചെറുതും വലുതുമായ പോരായ്മകൾ, ന്യൂനതകൾ വിട്ടുപുറത്തു മാപ്പാക്കിക്കൊണ്ട് സ്വാലിഹായ അമലുകളായി സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദി വഅലാ ആലിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.